ബട്ട് അത് ഒരു ചൈൽഡിഷ് പ്രൊട്ടസ്റ്റായിട്ട് തന്നെ നിൽക്കും. അത് ഒരു കുടുംബത്തിന് നേരെയുള്ള പ്രതിഷേധമായിട്ട് നിൽക്കും. കുടുംബത്തിൻ്റേതായതുകൊണ്ട് അതൊരു വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധമാകും. ദ സിസ്റ്റം ഓഫ് ദ ഫാമിലി സിസ്റ്റം ഓർ ഈവൻ ദി ഐഡിയോളജിക്കൽ സിസ്റ്റം, അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ ആ പിണക്കത്തിന് അങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട്. അതാണ്. പക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. യു മേ ബി അക്സെപ്റ്റഡ്, യു മേ ഡിസ്കാർഡ്. അത് ഇഗ്നീഷനെ പോലെ അല്ലെങ്കിൽ തീ പിടിക്കുന്ന പോലെ തീ പിടിപ്പിക്കാൻ ഉപയോഗിച്ച കമ്പോ കൊള്ളിയോ കത്തി തീർന്നാലും തീ പിന്നെയും പടർന്നുകൊണ്ടിരിക്കും, തീ വ്യാപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന അഗ്നിബാധയിൽ, ഒരുപക്ഷെ ചിന്തയുടെ അഗ്നിബാധയിൽ ഒരു ആത്മനാശത്തിൻ്റെ അംശമുണ്ട്. ഒരു വളരെ, അതിൻ്റെ അർത്ഥം നിങ്ങൾ മറ്റുള്ളവരിൽ പടരുന്നുവെന്നോ സ്വയമില്ലാതായി തീർന്നിട്ട് മറ്റുള്ളവരിൽ ജീവിക്കുന്നുവെന്നോ, അതൊരു സാഫല്യമാണ് എന്നർത്ഥം. അവിടെ മിക്കവാറും ഈ പറയുന്ന അലകൾ പോലെ ഈ അസ്വാസ്ഥ്യത്തിൻ്റെ റിപ്പിൾസ് ഒരുപക്ഷെ കരവരെ എത്തിച്ചേർന്നു എന്ന് വരാം. അതിൻ്റെ ഫലം എന്തെങ്കിലും ആകട്ടെ, അത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ശത്രുക്കളില്ലാതെ മരിക്കുന്നവനൊന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം.